പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന കിച്ചണിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടെ ചന്തുമോളും ഉണ്ട്. അങ്ങനെ നയന ചോദിക്കുന്നുണ്ട്, മോൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത്? ആൻറ്റിനോട് പറഞ്ഞാൽ ആൻറ്റി ഉണ്ടാക്കി തരാട്ടോ, മോൾക്ക് എന്താ ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് മധുരമുള്ള പലഹാരങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ അമ്മ വരുന്ന സമയത്ത് എനിക്ക് മധുരമുള്ള പലഹാരങ്ങളൊക്കെ കൊണ്ടു തരാറുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഇനി മോൾ ഒന്നുകൊണ്ടും സങ്കടപ്പെടേണ്ട, മോൾക്ക് എന്ത് വേണമെങ്കിലും ഈ ആൻറ്റിനോട് പറഞ്ഞാൽ മതി, ആൻറ്റി എല്ലാം മോൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി തരാട്ടോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട്, ആൻറ്റീനെ ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആൻറ്റീനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി, പക്ഷേ അങ്കിളിന് എന്നോട് എന്താ ദേഷ്യം, അങ്കിൾ എന്താ എന്നോട് മിണ്ടാത്തത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് മോള് വിഷമിക്കേണ്ട, അങ്കിളിൻ്റെ സ്വഭാവമൊക്കെ മാറിക്കോളൂ കേട്ടോ, മോളെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. കാരണം മോളെ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ലല്ലോ, മോള് നല്ല കുട്ടിയല്ലേ, ചക്കര കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്തുമോളോട് ഇങ്ങനെ നമ്മുടെ നയന സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ വീട്ടിൽ ഒരു കോളിംഗ് ബെല്ല് അടിക്കുന്നത്. അപ്പോൾ നയന പറയുന്നുണ്ട്, മോളെ ആരോ വന്നിട്ടുണ്ട്, ഞാൻ പോയി നോക്കിയിട്ട് വരാം, മോള് ഇവിടെ തന്നെ ഇരിക്കണം കേട്ടോ, എഴുന്നേറ്റൊന്നും പോവരുത് കേട്ടോ, ആൻറ്റി ഇപ്പോൾ വരാട്ടോ, മോള് ഈ സ്വീറ്റ്സൊക്കെ കഴിച്ചോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നയന പോകുകയാണ്. ആ സമയത്ത് ചന്തുമോള് പറയുന്നുണ്ട്, ഞാനും വരാം ആൻറ്റി, എനിക്കിവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണ്, ആൻറ്റീൻ്റെ കൂടെ ഞാനും വരുന്നുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ നയന ചന്തുമോളെയും കൂട്ടി പോവുകയാണ്. അങ്ങനെ വന്ന് സിറ്റ് ഔട്ടിൽ ആരാ വന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഡോറ് തുറക്കുന്ന സമയത്താണ് അനഘയുടെ ഫ്രണ്ടാണ് അവിടെ നിൽക്കുന്നത്. പക്ഷെ നയനയ്ക്ക് ആരാണ് എന്നുള്ളത് മനസ്സിലായില്ല. പക്ഷെ നമ്മുടെ ചന്തുമോള് ഓടി ചെന്നിട്ട് ആളെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് ആൻറ്റി എവിടെയായിരുന്നു, ഞാൻ ഒരുപാട് അന്വേഷിച്ചു, എൻ്റെ അമ്മ എന്നെ വിട്ടു പോയി ആൻറ്റി എന്നൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ അനഘയുടെ ഫ്രണ്ട് ചന്തുമോളെ ആശ്വസിപ്പിച്ച് പറയുന്നുണ്ട്, മോള് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, മോള് എത്തേണ്ട സ്ഥലത്ത് തന്നെയാണ് എത്തിയിട്ടുള്ളത്, ഇവർ മോളെ നന്നായിട്ട് സ്നേഹിക്കും എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ആൻറ്റി എന്താ എന്നെ തിരക്കി വരാതിരുന്നത്, എൻ്റെ അമ്മ എവിടെ പോയത് എന്നൊക്കെ ചന്തുമോള് പറഞ്ഞ് കരയാണ്. അപ്പോൾ മോള് സങ്കടപ്പെടാണ്ട കേട്ടോ, മോളുടെ അമ്മയൊക്കെ വന്നോളൂ കേട്ടോ, ഇപ്പോൾ മോൾക്ക് ഒരുപാട് അമ്മമാർ ഇവിടെ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ചന്തുമോളെ ആശ്വസിപ്പിക്കുകയാണ്. ആ സമയത്ത് നയന ചോദിക്കുന്നുണ്ട്, ചന്തുമോളെ ആരാ ഇത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇത് എൻ്റെ അമ്മയുടെ കൂട്ടുകാരിയാണ്, എൻ്റെ അമ്മയുടെ ഫ്രണ്ടാണ്, നമ്മളെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രണ്ടാണ് എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് അനഘയ്ക്ക് നമ്മുടെ നയനയ്ക്ക് ഒരു ആശ്വാസം പോലെ തോന്നുകയാണ്. ഇതുവരെ അനഘയെക്കുറിച്ച് ഇത് ആരുടെ കുഞ്ഞാണ് എന്ന് അറിയുന്നതിനെക്കുറിച്ച് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ചന്തുമോളായിട്ട് ബന്ധപ്പെട്ടുള്ള ആരെയും കണ്ടെത്തി കഴിഞ്ഞാൽ സത്യങ്ങളൊക്കെ അറിയാലോ എന്നുള്ളത് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ അനഘയുടെ കൂട്ടുകാരിയുടെ വരവ്. അങ്ങനെ നമ്മുടെ അനഘയുടെ ഫ്രണ്ട് നയനയോട് എല്ലാ കാര്യവും തുറന്ന് പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ സമയത്ത് നയന ചോദിക്കുന്നുണ്ട്, എന്താ ചന്തുമോളുമായിട്ട് ബന്ധം എന്താണ്, ചന്തുമോള് ആരുടെ കുഞ്ഞാണ്, അവരുടെ അച്ഛൻ ആരാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം, ഞങ്ങൾ അവരെക്കുറിച്ച് അന്വേഷിക്കുകയാണ്, പക്ഷേ അവരെക്കുറിച്ച് ഒരു ഐഡിയയും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ കുറച്ച് ഇവളെ ഈ ഒരു വീടുമായിട്ടൊന്ന് ഇഴകി ചേരുന്നത് വരെ തൽക്കാലം നമ്മൾ അന്വേഷണമൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്, പക്ഷേ മുത്തശ്ശൻ അതിൻ്റെ പിന്നാലെ തന്നെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്ന സമയത്ത് അനഘയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, ഇനി നിങ്ങൾ ഇതിൻ്റെ പിറകെ അന്വേഷിച്ച് പോകണ്ട, എല്ലാ സത്യങ്ങളും ഞാൻ തന്നെ നിങ്ങളോട് തുറന്ന് പറയാം, ചന്തുമോള് ഇവിടത്തെ കുട്ടി തന്നെയാണ് എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് നയന ഒരു ടെൻഷനോട് കൂടി ചോദിക്കുന്നുണ്ട്, ഇവിടത്തെ കുട്ടിയോ, നിങ്ങൾ എന്താ ഈ പറയുന്നത്, ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല, കാരണം ഇവിടെ ആർക്കും, ഇനി അബിക്ക് തന്നെയാണ് ഇവിടെ കുട്ടി പിറന്നു കഴിഞ്ഞു, അല്ലാതെ വേറൊരു കുട്ടിയും ഇവിടെ ഇല്ലല്ലോ, ആരാ നിങ്ങൾ എന്താ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കാതെ ഞാൻ എല്ലാ കാര്യവും വിശദമായിട്ട് പറയാമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അനഘ അബിയെ കണ്ടുമുട്ടിയത് മുതൽ ചന്തുമോൾ ഉണ്ടാകുന്ന കാലം വരെയുള്ള ആ സംഭവങ്ങളൊക്കെ ഒന്നിടവിടാതെ നമ്മുടെ അനഘയുടെ ഫ്രണ്ട് നയനയോട് തുറന്ന് പറയുകയാണ്. എന്നിട്ട് ഫ്രണ്ട് പറയുന്നുണ്ട്, ഇതൊക്കെ എന്നോട് മാത്രമേ അവൾ ഷെയർ ചെയ്തിട്ടുള്ളൂ, മറ്റാരോടും ഇതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല, അവൾ എല്ലാ കാര്യവും എന്നോട് ഒന്ന് വിടാതെ പറയാറുണ്ട്, എല്ലാം ഓപ്പണായിട്ട് പറയുന്നതാണ്, അതുപോലെ തന്നെ ഞാനും അവളോട് എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്, ഒന്നും ഞങ്ങൾ തമ്മിൽ മറച്ചു വെക്കാറില്ല, അതുകൊണ്ട് എന്ത് സങ്കടം വരുമ്പോഴും അവൾ എന്നെയാണ് വിളിക്കാറുള്ളത്. ഈ അടുത്ത കാലത്ത് പോലും അവൾ എന്നോട് പറഞ്ഞിരുന്നു, അബി അവളെ അംഗീകരിക്കുന്നതിനെക്കുറിച്ച്, അവളെ അംഗീകരിക്കണമെന്ന് അവൾക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നില്ല, പക്ഷെ മോളെ അനാഥയാക്കരുത്, മോളെ ഏറ്റെടുക്കണം എന്നുള്ളത് അവളുടെ ആഗ്രഹമായിരുന്നു, പക്ഷെ അത് നേരിട്ട് കാണാനാവാതെയാണ് അവൾ പോയത് എന്നുള്ള രീതിയിലൊക്കെ അനഘയുടെ ഫ്രണ്ട് പറയുകയാണ്. എന്നിട്ട് ചന്തുമോളോട് ഇപ്പം എന്തായാലും അമ്മ മരിച്ചു എന്നുള്ള രീതിയിലൊന്നും പറയണ്ട, പതുക്കെ മോളെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ അനഘയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്.
അപ്പോൾ ആ സമയത്ത് ഞാൻ ആ സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്, അബി ഇത്രയ്ക്കും നീചനായി പോയല്ലോ. ഇതിപ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവിതം മാത്രമല്ല, എൻ്റെ ചേച്ചിയുടെ ജീവിതം കൂടെയാണ് അവൻ നശിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ ചേച്ചിയുടെ ഇങ്ങനെ ഒരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലും അതുപോലെ അവനൊരു കുഞ്ഞ് പിറന്നിട്ടുണ്ട് എന്നുള്ളതും അറിഞ്ഞിട്ടാണല്ലോ എൻ്റെ ചേച്ചിയെ അവൻ വിവാഹം കഴിച്ചിട്ട് ചതിച്ചത്. ഇപ്പോൾ എൻ്റെ ചേച്ചി പ്രസവിച്ചിരിക്കുകയാണ്, ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ്. ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ഞാൻ എങ്ങനെ ഈ കാര്യത്തെക്കുറിച്ച് അവരോട് പറയുക എന്നൊക്കെ സങ്കടത്തോടു കൂടി പറയുകയാണ്. ആ സമയത്ത് അനഘയുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, ഓ നിങ്ങളുടെ ചേച്ചിയെയാണല്ലേ അബി വിവാഹം കഴിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അതെ, ഞാൻ എങ്ങനെയാ പറയുക എന്നൊന്നും എനിക്കറിയില്ല, കാരണം ഇപ്പോൾ അബിയുമായിട്ട് വളരെയധികം സ്നേഹത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനഘയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, അതൊക്കെ അവൻ്റെ വെറും അടവാണ്. കാരണം ഇക്കാര്യത്തെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷമല്ലേ നിങ്ങളുടെ ചേച്ചിയെ അവനെ സ്നേഹിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിന് പിന്നാലെ എന്തെങ്കിലുമൊക്കെ വരും എന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ട് അവനെല്ലാം മുൻകൂട്ടി കണ്ടതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ചേച്ചിയെ അവൻ സ്നേഹിച്ച് തുടങ്ങിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ അനഘയുടെ ഫ്രണ്ട് പറയണം. അപ്പോൾ ആ സമയത്ത് ഞാനും പറയുന്നുണ്ട്, അതെ ഇപ്പോൾ എനിക്ക് ഏകദേശം എന്താണ് എന്നുള്ളതും അവൻ്റെ ഉദ്ദേശങ്ങൾ എന്താണ് എന്നുള്ളതും മനസ്സിലായിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തെക്കുറിച്ച് ഞാൻ മുത്തശ്ശനോട് എന്തായാലും പറഞ്ഞിട്ട് ചന്തുമോളുടെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനം എടുത്തേ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ കാര്യത്തിലും എന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും മുത്തശ്ശനോട് ഇക്കാര്യത്തെക്കുറിച്ച് തുറന്നു പറയണം. പക്ഷേ ചേച്ചി ഒരിക്കലും ഇതേക്കുറിച്ച് അറിയാൻ പാടില്ല. കാരണം അതറിഞ്ഞാൽ പിന്നെ ചേച്ചി ജീവനോടെ നിൽക്കില്ല. ഒരിക്കലും അത് സഹിക്കാനും പറ്റില്ല. കാരണം തൻ്റെ ഭർത്താവിന് മറ്റൊരു പെൺകുട്ടിയിൽ കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞാൽ അത് ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് എന്തായാലും ആർക്കും ഒരു കുഴപ്പവുമില്ലാത്ത രീതിയിൽ ഇതെന്തായാലും കൈകാര്യം ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുകയാണ് നയന. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളെ കണ്ട് ഇക്കാര്യത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സമാധാനമായി. ഇനി ചന്തുമോളുടെ കാര്യം ഓർത്ത് ടെൻഷനാവേണ്ട കാര്യമില്ല എന്നുള്ളത് മനസ്സിലായി. കാരണം നിങ്ങൾ അത്രയ്ക്കും നല്ല രീതിയിലാണ് ചന്തുമോളെ നോക്കുന്നത്. ആരുമില്ലെങ്കിൽ നിങ്ങൾ ചന്തുമോളെ നോക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പായി. ഇതൊക്കെ കണ്ടിട്ട് അവളും സന്തോഷിക്കുന്നുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് അനഘയുടെ ഫ്രണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പോകുന്ന സമയത്ത് ഞാൻ എന്നോട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇവിടെ വന്ന് കയറുന്ന സമയത്ത് ആരോട് എന്ത് പറഞ്ഞാൽ എന്ത് പ്രശ്നമാണ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ എനിക്ക് ഭയമുണ്ടായിരുന്നു. പക്ഷേ കറക്റ്റ് നിങ്ങളുടെ മുന്നിൽ എത്തിയത് കൊണ്ട്, നിങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞതുകൊണ്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒരു പരിഹാരം നിങ്ങൾ കാണുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. ആ ഒരു സമാധാനത്തിലാണ് ഞാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അനഘയുടെ ഫ്രണ്ട് അവിടെ നിന്ന് പോവുകയാണ്. നയനയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഇതെങ്ങനെയാണ് അവതരിപ്പിക്കുക, ഇതിനെങ്ങനെയാണ് ഒരു പരിഹാരം കാണുക എന്നുള്ളതൊക്കെ ആലോചിച്ച് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്.